കർണാടകയിലെ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള തർക്കം തിരഞ്ഞെടുപ്പിന് പിന്നാലെ രൂക്ഷമായിരുന്നു. നേതൃതർക്കം വീണ്ടും മറനീക്കി പുറത്തേക്ക് വന്നത് കർണാടക കോൺഗ്രസിന് ഏറെ തലവേദനയായിരുന്നു. മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് ചർച്ചകളും പലതരത്തിലുള്ള ഭിന്നാഭിപ്രായങ്ങളും കർണാടക കോൺഗ്രസിനുള്ളിൽ പുകയുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളോട് പ്രതികരിച്ചിരിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഇക്കാര്യത്തിൽ താൻ ആരുടെയും നിർദ്ദേശം സ്വീകരിക്കുന്നില്ലെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാവുമെന്നും DK ശിവകുമാർ പറഞ്ഞു. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദം ഒഴിയണമെന്നും പകരം DK വരണമെന്നും കഴിഞ്ഞ ദിവസം വൊക്കലിംഗ സമുദായത്തിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു. കമ്പഗൌഡ ജയന്തി ആഘോഷത്തിനിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വേദിയിലിരുത്തിയാണ് വിശ്വ വൊക്കലിംഗ മഹാസംസ്ഥാന മഠാധിപതി ചന്ദ്രശേഖർ സ്വാമിജി ഇക്കാര്യം ഉന്നയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പദങ്ങളെക്കുറിച്ച് യാതൊരു ചർച്ചയും നടക്കുന്നില്ല. കുമാര ചന്ദ്രശേഖരാനന്ദ സ്വാമി തന്നോടുള്ള സ്നേഹം കൊണ്ടാവാം ആവശ്യമുയർത്തിയത് എന്നും ആരും യാതൊരു നിർദ്ദേശവും ഉയർത്തരുതെന്ന് അപേക്ഷിക്കുകയാണ്. തന്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കുമെന്നുമാണ് മാധ്യമങ്ങളോട് DK ശിവകുമാർ പ്രതികരിച്ചിരുന്നത്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഹൈക്കമാൻഡ് പ്രതിനിധികളും താനും ചേർന്ന് കർണാടകയുടെ താൽപര്യം കണക്കിലെടുത്ത് എങ്ങനെ മുന്നോട്ടു പോകണമെന്ന കാര്യത്തിൽ സമവായത്തിലെത്തിയിട്ടുണ്ടെന്നും ശിവകുമാർ പറഞ്ഞു. MLA-മാരോ മന്ത്രിമാരോ മതപുരോഹിതന്മാരോ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടെന്നും DK നിർദ്ദേശം നൽകി. പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മുഖ്യമന്ത്രി ചർച്ചകൾ ഇവിടെ അവസാനിക്കണം. മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചോ ഉപമുഖ്യമന്ത്രി പദത്തെക്കുറിച്ചോ ഒരു മന്ത്രിയും സംസാരിക്കേണ്ടതില്ല. പരസ്യ പ്രസ്താവന നടത്തുന്നവർക്കെതിരെ തനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ AICC നോട്ടീസ് നൽകുമെന്നും DK ശിവകുമാർ മുന്നറിയിപ്പ് നൽകി. DK ശിവകുമാറിനു വേണ്ടി സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പദവി ഒഴിയണമെന്നും ശിവകുമാർ ഇതുവരെയും മുഖ്യമന്ത്രി പദം അലങ്കരിച്ചില്ലെന്നുമായിരുന്നു വൊക്കലിംഗ മഠാധിപതി പറഞ്ഞത്. എല്ലാവരും മുഖ്യമന്ത്രിയാവുകയും അധികാരം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ DK ശിവകുമാർ ഇതുവരെയും മുഖ്യമന്ത്രിയായിട്ടില്ല. സിദ്ധരാമയ്യ ഇതിനകം അധികാരത്തിലിരുന്നയാളാണ്. ഭാവിയിൽ സിദ്ധരാമയ്യ DK ശിവകുമാറിന് മുഖ്യമന്ത്രി പദം കൈമാറണം. ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്, DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കൂ എന്നായിരുന്നു ചന്ദ്രശേഖർ സ്വാമിജിയുടെ വാക്കുകൾ. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ DK ശിവകുമാർ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പദം അർഹിക്കുന്നുണ്ടെന്നും പിന്നീട് നടത്തിയ പ്രതികരണത്തിലും അദ്ദേഹം ആവർത്തിച്ചിരുന്നു. കർണാടക ജനസംഖ്യയുടെ 15% വരുന്ന വൊക്കലിംഗ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് DK ശിവകുമാർ. അതേസമയം ഇവിടെ പരസ്യ പ്രസ്താവന വിലക്കുന്നതോടൊപ്പം DK ശിവകുമാർ താക്കീത് നൽകുകയും ചെയ്യുന്നു. അത് ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും DKയെ പിന്തുണച്ചവർക്ക് തന്നെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സ്വാമിമാരുടെ നിർദ്ദേശം ആവശ്യമില്ല, ആശീർവാദം മതി എന്ന നിലപാടിലാണ് DK ശിവകുമാർ ഉള്ളത്. വൊക്കലിംഗ ആത്മീയ നേതാവ് DKയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പരസ്യമായി സിദ്ധരാമയ്യയെ വേദിയിലിരുത്തി ആവശ്യപ്പെട്ടിരുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു. യഥാർത്ഥത്തിൽ ഇതോടെയാണ് വിഷയം വഷളായത്. ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിച്ച സിദ്ധരാമയ്യയ്ക്കും താക്കീത് ലഭിച്ചു. സ്വന്തം ക്യാമ്പിലെ മന്ത്രിമാരെയും MLA-മാരെയും നിയന്ത്രിക്കണമെന്ന് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സിദ്ധരാമയ്യയ്ക്ക് മുന്നറിയിപ്പും നൽകി. സിദ്ധരാമയ്യയ്ക്കും നിർദ്ദേശമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉപമുഖ്യമന്ത്രി പദവികൾ ആവശ്യപ്പെട്ട സ്വന്തം ക്യാമ്പിലെ മന്ത്രിമാരായ KN രാജണ്ണ, സതീഷ് ജർക്കിഹോളി എന്നിവരോട് ഇനി പരസ്യ പ്രസ്താവന നടത്തരുതെന്നും സിദ്ധരാമയ്യ നിർദ്ദേശം നൽകി. ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യമായിരുന്നു ഇവർ ഉന്നയിച്ചത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയാകാൻ DKയ്ക്കും താല്പര്യമുണ്ടായിരുന്നു. തന്റെ ആവശ്യം DK ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഹൈക്കമാൻഡ് അതൊരു സമവായത്തിലേക്ക് എത്തിച്ചത് ഒരു ഉപമുഖ്യമന്ത്രി എന്ന രീതിയിലായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനം നിലനിൽക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം DK ശിവകുമാറിനാണെന്നും ആരോപിച്ച് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക എന്നതായിരുന്നു സിദ്ധരാമയ്യ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ശ്രമം. ഈ വിഷയത്തിൽ DK ശിവകുമാറിന് കടുത്ത അതൃപ്തിയും ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിലാണ് കോൺഗ്രസ് MLA DK ശിവകുമാർ മന്ത്രിയാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. വൊക്കലിംഗ വിഭാഗത്തിൽപ്പെട്ട DK ശിവകുമാർ നിലവിൽ ഉപമുഖ്യമന്ത്രിയാണ്. കർണാടകയിൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ചെന്നഗിരി MLA ബസവരാജു ശിവഗംഗ ഉൾപ്പെടെ മുഖ്യമന്ത്രി മാറ്റ ആവശ്യവുമായി പരസ്യമായി രംഗത്തെത്തിയിരുന്നു.
എന്തായാലും നിലവിൽ DK നിലപാട് കടുപ്പിച്ചതോടെ തൽക്കാലം മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഒത്തുതീർപ്പാകുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്.